ഇതിലൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. ഇത് ഫെബ്രുവരി മാർച്ച് മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അത് മുടങ്ങിപ്പോയിട്ട് വിഷമിക്കുന്നവരുണ്ട്. അവർക്ക് ഈ ഓഡിറ്റിംഗ് അറിയാമല്ലോ, ആ ടൈമിലാണ് നമുക്ക് ഈ ബാങ്കിൽ നിന്ന് അവർക്ക് ഇതെല്ലാം പിന്നെ തിരിച്ചെടുക്കുന്നതിനായിട്ട് ഈ മുടങ്ങിയ അടവും പലിശയും പിഴപ്പലിശയും ഒക്കെ ചേർത്തിട്ട് ബാങ്കുകാർ അത് തിരിച്ചു പിടിക്കുന്ന മാസമാണ് ഈ മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഏറ്റവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരാണെന്ന് ചിലപ്പോൾ ബാങ്കുകാർക്ക് അറിയാൻ പറ്റും. കാരണം ബാങ്കുകാർക്ക് പലരുടെയും സിറ്റുവേഷൻ അറിയാൻ പറ്റും. അവർക്ക് സഹായിക്കണമെന്നുണ്ടാവും, പക്ഷേ സഹായിക്കാനുള്ള നിവൃത്തി ബാങ്കുകാർക്കില്ല, അവർക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവരാരൊക്കെയാണെന്നൊന്ന് തേടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലൊരു കാര്യം അതായിരിക്കും. നമ്മളീ പള്ളിയിലും അമ്പലത്തിലും പിന്നെ എന്താ പറയുക, അർഹിക്കാത്തവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അർഹിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ്. ചിലപ്പോൾ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വിവാഹം നടത്താനോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഒക്കെ ആയിട്ട് സാമ്പത്തികം എടുത്തിട്ട് അത് മുടങ്ങിപ്പോകുന്ന അവസ്ഥ, ഏതെങ്കിലും തരത്തിൽ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അതൊരു സന്തോഷമായിട്ട് മാറുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അങ്ങനൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അത് ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ മറ്റ് എന്ത് ചാരിറ്റി പ്രവർത്തനത്തിനേക്കാളും വാല്യൂ ഉള്ളൊരു കാര്യമാണിത്. അപ്പോൾ പറ്റുമെങ്കിൽ ചെയ്യുക. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ജപ്തി നോട്ടീസ് ഉൾപ്പെടെയുള്ളത് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കുകാരോട് അന്വേഷിച്ചാൽ ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവരൊന്ന് സഹായിക്കുക.